Welcome to FreeTube Learner. ഇന്ന് നമ്മൾ exercise 8.4 fourth question onwards ആണ് solve ചെയ്യുന്നത്. Choose the correct option and justify your answer. So fourth questionലെ first part ആണ് 9 sec square a minus 9 tan square a. So നമുക്ക് ഇതിന്റെ solution നോക്കാം. In order to solve this question, we will use this trigonometric identity, that is 1 plus tan square a equal to sec square a. അങ്ങനെയാണെങ്കിൽ sec square a minus tan square a എന്ന് പറയുന്നത് 1 ആവും. So we can write that sec square a minus tan square a equal to 1. ഇനി നമുക്ക് ഈ question ഒന്ന് solve ചെയ്യാം. ഇവിടെ രണ്ട് ടേമിലും 9 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 9 പുറത്തെടുക്കുകയാണ്. So 9 into sec square a minus tan square a എന്ന് എഴുതാൻ സാധിക്കും. Which is equal to, ഇവിടെ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു sec square a minus tan square a എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ this is equal to 9 into 1 which is equal to 9. So ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് 9. ഫോർത്ത് ക്വസ്റ്റ്യനിലെ സെക്കൻഡ് പാർട്ടാണ് 1 plus tan theta plus sec theta into 1 plus cot theta minus cosec theta. So ഞാനിത് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണ്. So this will be 1 into 1, 1 plus 1 into cot theta, that is cot theta, 1 into minus cosec theta, that is minus cosec theta, then tan theta into 1, that is plus tan theta, tan theta into plus cot theta, that is plus tan theta. Cot theta എന്ന് പറയുന്നത് 1 by tan theta ആണ്. So I will write this as 1 by tan theta. Then tan theta into minus cosec theta. So I will get minus tan theta cosec theta. Tan theta എന്ന് പറയുന്നത് sin theta by cos theta ആണ്. അതുപോലെ cosec theta എന്ന് പറയുന്നത് 1 by sin theta ആണ്. അത് ഞാൻ അങ്ങനെ എഴുതി. ഇനി അടുത്തത് sec theta into 1, that is plus sec theta. Sec theta into cot theta, that is plus sec theta cot theta. Sec theta എന്ന് പറയുമ്പോൾ 1 by cos theta ആണ്. അതുപോലെ cot theta എന്ന് പറയുന്നത് cos theta by sin theta ആണ്. സോ അതിനെ ഞാൻ ഇങ്ങനെ എഴുതി. ഇനി sec theta into minus cosec theta, that is minus sec theta cosec theta. Sec theta is 1 by cos theta and cosec theta എന്ന് പറയുന്നത് 1 by sin theta ആണ്. സോ ഇറ്റ് വിൽ ബി 1 by cos theta sin theta. ഞാനിവിടെ ചില ടേംസ് എല്ലാം sin theta cos theta ആയിട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. സിംപ്ലിഫൈ ചെയ്യാനുള്ള എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. സോ ഞാനിവിടെ ഈ tan theta by tan theta എന്ന് പറയുന്നത് 1 ആവും. അതുപോലെ ഇവിടെ sin theta ക്യാൻസൽ ചെയ്ത് പോയി 1 by cos theta ആവും. ഇവിടെ cos theta ക്യാൻസൽ ചെയ്ത് 1 by sin theta ആവും. സോ 1 by cos theta എന്ന് പറയുന്നത് sec theta-യും 1 by sin theta എന്ന് പറയുന്നത് cosec theta-യും ആണ്. സോ ഞാൻ ഇനി സിംപ്ലിഫൈ ചെയ്ത് എഴുതുവാണ്. സോ 1 പ്ലസ് ഈ tan theta by tan theta 1 ആണല്ലോ. സോ വി വിൽ ഗെറ്റ് 2 പ്ലസ് cot theta മൈനസ് cosec theta പ്ലസ് tan theta. ഇനി 1 by cos theta എന്ന് പറയുന്നത് മൈനസ് sec theta plus sec theta, then 1 by sin theta is cosec theta, so it will be plus cosec theta and minus 1 by cos theta sin theta. So ഇവിടെ minus sec theta ഉണ്ട് plus sec theta ഉണ്ട്, cancel ചെയ്തു പോകും. അതുപോലെ plus cosec theta ഉണ്ട് minus cosec theta ഉണ്ട്, ഇതും cancel ചെയ്തു പോകും. So finally we will get 2 plus cot theta ഞാൻ cos theta by sin theta എന്ന് എഴുതുവാണ്. പ്ലസ് tan theta ഞാൻ sin theta by cos theta എന്ന് എഴുതുവാണ്. മൈനസ് 1 by cos theta sin theta. So this will be 2 plus, here cos theta into cos theta is cos square theta plus sin square theta by
സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. ഞാൻ ഇത് രണ്ടും ആഡ് ചെയ്തതാണ്, LCM എടുത്ത് ആഡ് ചെയ്തു. മൈനസ് 1 ബൈ കോസ് തീറ്റ സൈൻ തീറ്റ. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് ഈസ് 2 പ്ലസ് 1 ബൈ സൈൻ തീറ്റ കോസ് തീറ്റ മൈനസ് 1 ബൈ കോസ് തീറ്റ സൈൻ തീറ്റ. രണ്ടും സെയിം ആണല്ലേ? സൈൻ തീറ്റ കോസ് തീറ്റ, ഇത് കോസ് തീറ്റ സൈൻ തീറ്റ സെയിം തന്നെയാണ്. സോ ഇത് ക്യാൻസൽ ആയി പോകും. ഇത് പ്ലസ് 1 ബൈ കോസ് തീറ്റ സൈൻ തീറ്റ ആണെങ്കിൽ ഇത് മൈനസ് 1 ബൈ കോസ് തീറ്റ സൈൻ തീറ്റ ആണ്. സോ ഇത് ക്യാൻസൽ ആയി പോയിട്ട് ദ ഫൈനൽ ആൻസർ വിൽ ബി 2. ഹെൻസ് 1 പ്ലസ് ടാൻ തീറ്റ പ്ലസ് സീക് തീറ്റ ഇൻറ്റു 1 പ്ലസ് കോട്ട് തീറ്റ മൈനസ് കൊസീക് തീറ്റയുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ദാറ്റ് ഈസ് 2. ഫോർത്ത് ക്വസ്റ്റ്യനിലെ തേർഡ് പാർട്ടാണ് CK പ്ലസ് ടാൻ എ ഇൻറ്റു 1 മൈനസ് സൈൻ എ. സോ ഇത് ഞാൻ എക്സ്പാൻഡ് ചെയ്യുകയാണ്. CK ഇൻറ്റു 1 ഈസ് CK ഇൻറ്റു മൈനസ് സൈൻ എ. സീക്ക് എന്ന് പറയുന്നത് 1 ബൈ കോസ് ആണ്. സോ ഇറ്റ് വിൽ ബി മൈനസ് സൈൻ എ ബൈ കോസ് എ. ദെൻ ടാൻ എ ഇൻറ്റു 1 ഈസ് പ്ലസ് ടാൻ എ. ടാൻ എ ഇൻറ്റു മൈനസ് സൈൻ എ. ടാൻ എ എന്ന് പറയുന്നത് സൈൻ എ ബൈ cos a ആണ്. So this will be minus sin square a by cos a. Here minus sin a by cos a. Sin a by cos a എന്ന് പറയുന്നത് tan a ആണ്. So this will be minus tan a and this is plus tan a. So we can cancel these two terms. Ck minus sin square a by cos a. Ck എന്ന് പറയുന്നത് 1 by cos a ആണ്. So 1 by cos a minus sin square a by cos a, which is equal to 1 minus sin square a divided by cos a. കാരണം ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. സോ നമുക്ക് ടുഗദർ ഇങ്ങനെ എഴുതാം. 1 minus sin square a. We know cos square a plus sin square a is equal to 1. So 1 minus sin square a എന്ന് പറയുന്നത് cos square a ആണ്. So this will be equal to cos square a divided by cos a, which is equal to cos a. Cos square a എന്ന് പറയുന്നത് cos a into cos a അല്ലേ? അപ്പോൾ ഒരു cos a ഡിനോമിനേറ്റർ cos a ആയിട്ട് ക്യാൻസൽ ചെയ്തിട്ട് the final answer will be cos a. That is option D ആണ് cos a. So fourth questionലെ third part CK plus tan a into 1 minus sin a യുടെ ആൻസർ എന്ന് പറയുന്നത് cos a ആണ്. ഫോർത്ത് ക്വസ്റ്റ്യനിലെ ഫോർത്ത് പാർട്ടാണ് 1 plus tan square a the whole divided by 1 plus cot square a. We know that the trigonometric identity 1 plus tan square a is equal to sec square a. And similarly 1 plus cot square a എന്ന് പറയുന്നത് cosec square a യുമാണ്. So 1 plus tan square a യുടെ സ്ഥാനത്ത് നമ്മൾ sec square a എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതുപോലെ 1 plus cot square a എന്ന് പറയുന്നത് cosec square a എന്നും എഴുതും. So this will be equal to CK എന്ന് പറയുന്നത് 1 by cos a ആണ്. അതായത് ഇൻവേഴ്സ് ഓഫ് cos a ആണ് CK. അതുപോലെ ഇൻവേഴ്സ് ഓഫ് sin a ആണ് cosec a. So we can write this as sin square a by cos square a. കാരണം sec square a എന്ന് പറയുന്നത് 1 by cos square a ആണ്. cosec square a എന്ന് പറയുന്നത് 1 by sin square a ആണ്. So this will be sin square a by cos square a, which is equal to tan square a. So 1 plus tan square a divided by 1 plus cot square a is tan square a. That is option D. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 എന്ന് പറയുന്നത് ഒരു പ്രൂഫാണ്. നമ്മൾ ഈ എക്സ്പ്രഷൻസ് പ്രൂവ് ചെയ്യണം. സോ ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ടാണ്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് cosec theta minus cot theta the whole square is equal to 1 minus cos theta divided by 1 plus cos theta. So ആദ്യം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സോൾവ് ചെയ്യാം. അത് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ cosec theta മൈനസ് cot theta the whole square എന്ന് പറയുന്നത് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഇത് a മൈനസ് b the whole square ഫോമാണ്. ഞാൻ അതിനെ എക്സ്പാൻഡ് ചെയ്ത് a square plus b square minus 2ab എന്ന് പറയുന്ന ഫോമിൽ എഴുതുവാണ്. സോ cosec theta minus cot theta the whole square എന്ന് പറയുന്നത് cosec square theta plus cot square theta
മൈനസ് 2 കൊസീക് തീറ്റ കോട്ട് തീറ്റ എന്ന് ലഭിക്കും. ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ എക്സ്പാൻഷൻ ആണ്. സോ കൊസീക് തീറ്റ എന്ന് പറയുന്നത് 1 ബൈ സൈൻ തീറ്റയാണ്. സോ കൊസീക് സ്ക്വയർ തീറ്റ വിൽ ബി 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ ആൻഡ് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ അല്ലേ, കോട്ട് തീറ്റ. സോ ദിസ് വിൽ ബി കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 2 കൊസീക് തീറ്റ എന്ന് പറയുന്നത് 1 ബൈ സൈൻ തീറ്റയും കോട്ട് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ ബൈ സൈൻ തീറ്റയാണ്. സോ ദിസ് വിൽ ബി 2 കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റയാണ്. സോ ദിസ് വിൽ ബി സൈൻ സ്ക്വയർ തീറ്റ. ഹെൻസ് ഇതിൻ്റെ എല്ലാം ഡിനോമിനേറ്റർ സൈൻ സ്ക്വയർ തീറ്റയാണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ മൈനസ് 2 കോസ് തീറ്റ divided by sin square theta എന്ന്. Here sin square theta എന്ന് പറയുന്നത് 1 minus cos square theta ആണെന്ന് അറിയാം. സോ നമുക്ക് അങ്ങനെ എഴുതാം. സോ the numerator will be 1 plus cos square theta minus 2 cos theta divided by sin square theta എന്ന് പറയുന്നത് 1 minus cos square theta ആണ്. ഇവിടെ ഡിനോമിനേറ്റർ 1 minus cos square theta ആണ്. ന്യൂമറേറ്ററിനെ നമുക്ക് 1 മൈനസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ സാധിക്കും. കാരണം 1 മൈനസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 1 സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ മൈനസ് 2 ഇൻറ്റു കോസ് തീറ്റയാണ്. സോ നമുക്ക് ന്യൂമറേറ്ററിനെ 1 മൈനസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇതെന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമാണ്. സോ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. ദാറ്റ് ഈസ് 1 minus cos theta into 1 plus cos theta. So, ഇവിടെ 1 minus cos theta the whole square ഇവിടെ 1 minus cos theta ഉണ്ട്. So, we can cancel 1 minus cos theta from the numerator and denominator. So, this will be 1 minus cos theta divided by 1 plus cos theta, which is equal to the right hand side of the above question അല്ലേ. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഇതല്ലായിരുന്നോ, അതായത് കൊസിക് തീറ്റ മൈനസ് കോട്ട് തീറ്റ ദ ഹോൾ സ്ക്വയറിനെ നമ്മൾ സോൾവ് ചെയ്ത് 1 മൈനസ് കോസ് തീറ്റ ബൈ 1 പ്ലസ് കോസ് തീറ്റ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദിസ് ഇക്വേഷൻ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലെ സെക്കൻഡ് പാർട്ടാണ്. കോസ് എ ബൈ 1 പ്ലസ് സൈൻ എ പ്ലസ് 1 പ്ലസ് സൈൻ എ ബൈ കോസ് എ ഇസ് ഈക്വൽ ടു 2 CK ആണെന്ന് പ്രൂവ് ചെയ്യണം. ഹിയർ ഓൾസോ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ പാർട്ട് നമ്മൾ സോൾവ് ചെയ്തിട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് ആണെന്ന് പ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. സോ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സോൾവ് ചെയ്യാം. കോസ് എ ബൈ 1 പ്ലസ് സൈൻ എ പ്ലസ് 1 പ്ലസ് സൈൻ എ ബൈ കോസ് എ. സോ LCM എടുത്ത് ഞാനിത് ആഡ് ചെയ്യുവാണ്. സോ ദ ഡിനോമിനേറ്റർ വിൽ ബി കോസ് എ ഇൻറ്റു 1 പ്ലസ് സൈൻ എ ആൻഡ് ദ ന്യൂമറേറ്റർ വിൽ ബി കോസ് സ്ക്വയർ എ plus 1 plus sin a the whole square. This will be cos square a plus 1 plus sin a the whole square ne expand ചെയ്യുമ്പോൾ 1 plus sin square a plus 2 sin a എന്ന് ലഭിക്കും. Divided by cos a into 1 plus sin a. ഇവിടെ കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. സോ ദിസ് 1 ആൻഡ് ദിസ് 1 വി വിൽ ഗെറ്റ് 2 പ്ലസ് 2 സൈൻ എ ഡിവൈഡഡ് ബൈ കോസ് എ ഇൻറ്റു 1 പ്ലസ് സൈൻ എ. ന്യൂമറേറ്ററിൽ ഈ രണ്ട് ടേമിലും 2 കോമൺ ആയിട്ടുണ്ട്. സോ ആ 2 ഞാൻ പുറത്തെടുക്കുകയാണ്. 2 ഇൻറ്റു 1 plus sin a divided by cos a into 1 plus sin a. So ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 1 plus sin a എന്ന് പറയുന്നത് ഒരു കോമൺ ഫാക്ടർ ആയതുകൊണ്ട് അത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 by cos a. 1 by cos a എന്ന് പറയുന്നത് CK ആണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 2 CK എന്ന് ലഭിച്ചു. ദാറ്റ് ഈസ് ഈക്വൽ ടു
the right hand side of the question. Question right hand side and 2ck. That is, we have proved that cos a by 1 plus sin a plus 1 plus sin a by cos a equal to 2sec a. Fifth question third part ആണ് tan theta by 1 minus cot theta plus cot theta by 1 minus tan theta equal to 1 plus sec theta cosec theta എന്ന് പ്രൂവ് ചെയ്യണം. സോ ഇവിടെ ഹിന്റ് തന്നിട്ടുണ്ട്. Write the expression in terms of sin theta and cos theta. ഞാൻ ഈ ഒരു ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സോൾവ് ചെയ്താണ് ഈ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ടാൻ തീറ്റയും കോട്ട് തീറ്റയും ആണുള്ളത്. സോ ഈ ടാനും കോട്ടും എല്ലാം സൈനിൻ്റെയും കോസിൻ്റെയും ടേംസിൽ എക്സ്പ്രസ് ചെയ്യണമെന്ന് ഹിന്റ് നൽകിയിട്ടുണ്ട്. സോ ഞാനിത് അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാണ്. സോ ദ LHS വിൽ ബി ടാൻ തീറ്റ വിൽ ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ divided by 1 minus cot theta ആണ്. cot theta എന്ന് പറയുന്നത് cos theta by sin theta ആണ്. plus here cot theta എന്ന് പറയുന്നത് cos theta by sin theta divided by 1 minus tan theta. tan theta is sin theta by cos theta. This is equal to sin theta by cos theta divided by ഇവിടെ ഞാൻ LCM എടുക്കുവാണ്. So this will be equal to sin theta minus cos theta divided by sin theta എന്ന് വരും. അതുപോലെ here this term will be cos theta by sin theta divided by ഇവിടെ ഞാൻ LCM എടുക്കുമ്പോൾ cos theta minus sin theta by cos theta എന്ന് കിട്ടും. പക്ഷേ ഞാൻ ഇവിടെ ഒരു മൈനസിനെ പുറത്തെടുക്കുകയാണ്. സോ അങ്ങനെ എടുക്കുമ്പോൾ cos theta minus sin theta എന്ന് പറയുന്നത് sin theta minus cos theta ആക്കും. ഞാൻ ഇത് രണ്ട് സെയിം ആക്കാനാണ് അങ്ങനെ ചെയ്തത്. സോ വി ക്യാൻ റൈറ്റ് ദിസ് as sin theta minus cos theta divided by cos theta എന്ന് ലഭിക്കും. സോ ഹിയർ sin theta by cos theta ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്ന ടേമിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻവേഴ്സ് ആയി മാറും. സോ ദിസ് വിൽ ബി sin theta by cos theta ഇൻറ്റു sin theta by sin theta minus cos theta എന്നാവും. സിമിലർലി മൈനസ് ഹിയർ cos theta by sin theta ഇൻറ്റു ഇതിൻ്റെ ഇൻവേഴ്സ് ആണ്. സോ ദിസ് വിൽ ബി cos theta by sin theta minus cos theta. സോ ഈ ഡിനോമിനേറ്ററിൽ sin theta minus cos theta സെയിം ആയിട്ട് ലഭിക്കാനാണ് ഞാൻ ഇവിടെ മൈനസ് പുറത്തെടുത്തത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിന് ശേഷം ഇവിടെ ഇപ്പോൾ cos theta minus sin theta ഇവിടെ പ്ലസ് ലഭിക്കും. സോ ഈ ഒരു സ്റ്റെപ്പിന് ശേഷം വേണമെങ്കിലും നമുക്കത് ചേഞ്ച് ചെയ്ത് സെയിം ആക്കാവുന്നതാണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ sin theta minus cos theta കോമൺ ആയിട്ട് ലഭിക്കും. സോ ന്യൂമറേറ്ററിൽ എന്തായി മാറും? sin theta into sin theta will be sin square theta. ഇവിടെ cos square theta ആണ്. സോ ദിസ് വിൽ ബി cos square theta. സോ ഈ sin square thetaയുടെ ഡിനോമിനേറ്റർ ആയിട്ട് cos thetaയും ഉണ്ട്, cos square thetaയുടെ ഡിനോമിനേറ്റർ ആയിട്ട് sin thetaയും ഉണ്ട്. ഇതിനെല്ലാം കോമൺ ആയിട്ട് 1 by sin theta minus cos thetaയും ഉണ്ട്. സോ ഞാനിവിടെ 1 by sin theta minus cos theta പുറത്തെടുത്തേക്കുവാണ്. സോ നമുക്ക് ഇതിൻ്റെ LCM കാണാം. സോ ദിസ് വിൽ ബിക്കം sin cube theta minus cos cube theta divided by sin theta into cos theta എന്ന് ലഭിക്കും. സോ ഇത് ഞാൻ ആദ്യമേ എഴുതുവാണ്. സോ ദിസ് വിൽ ബി 1 by sin theta minus cos theta into sin cube theta minus cos cube theta divided by sin theta cos theta. സോ ഞാനിവിടെ sin ക്യൂബ് മൈനസ് കോസ് ക്യൂബിന് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറയുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറയുന്നത് എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി ആണ്. സോ ഞാൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ sin ക്യൂബ് മൈനസ് കോസ് ക്യൂബ് വിൽ ബി ഈക്വൽ ടു sin തീറ്റ മൈനസ് കോസ് തീറ്റ ഇൻറ്റു sin സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് sin തീറ്റ കോസ് തീറ്റ എന്ന് ലഭിക്കും. ഹോൾ ഡിവൈഡഡ് ബൈ ഈ ടേം ഏതാണ്? sin തീറ്റ മൈനസ് കോസ് തീറ്റ ഇൻറ്റു sin തീറ്റ
cos theta. So ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും sin theta minus cos theta ഉള്ളതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോവും. ആൻഡ് sin square theta plus cos square theta എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 1 plus sin theta cos theta divided by sin theta cos theta എന്ന് ലഭിക്കും. So this is equal to 1 by sin theta cos theta plus sin theta cos theta by sin theta cos theta. So ഞാൻ ഓരോ ടേംസും സെപ്പറേറ്റ് ചെയ്ത് എഴുതിയതാണ്. സോ sin theta cos theta by sin theta cos theta എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ 1 by sin theta cos theta എന്ന് പറയുന്നത് sec theta into cosec theta ആണ്. കാരണം 1 by sin theta is cosec theta, 1 by cos theta is sec theta. So this will be equal to 1 plus sec theta cosec theta, which is equal to the right hand side of the equation. So ഈ ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡാണ് ഇതെന്ന് നമ്മൾ സോൾവ് ചെയ്തു. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലെ ഫോർത്ത് പാർട്ടാണ്. Prove that 1 plus ck by ck equal to sin square a by 1 minus cos a. ഇവിടെ നമുക്ക് ഹിൻഡ് തന്നിട്ടുണ്ട്. സിംപ്ലിഫൈ LHS ആൻഡ് RHS സെപ്പറേറ്റ്ലി, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ എന്തായാലും നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒന്ന് സോൾവ് ചെയ്യാം. അത് സോൾവ് ചെയ്യുമ്പോൾ 1 plus ck by ck. sec എന്ന് പറയുന്നത് 1 by cos a ആണ്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് 1 plus 1 by cos a divided by 1 by cos a. This will be equal to cos a plus 1 by cos a divided by 1 by cos a. That is equal to cos a plus 1 എന്ന് ലഭിച്ചു. ഇവിടെ ഡിനോമിനേറ്റർ രണ്ടും 1 by cos a ആണ്. സോ അത് ക്യാൻസൽ ചെയ്ത് പോയിട്ടാണ് cos a plus 1 എന്ന് ലഭിച്ചത്. ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ഒന്ന് സോൾവ് ചെയ്യാം. റൈറ്റ് ഹാൻഡ് സൈഡ് സോൾവ് ചെയ്യുമ്പോൾ sin square a by 1 minus cos a ആണ് സോൾവ് ചെയ്യേണ്ടത്. സോ sin square a എന്ന് പറയുന്നത് എന്താണ്? 1 minus cos square a ആണ്. സോ ഞാനിവിടെ sin square a is equal to 1 minus cos square a എന്ന് എഴുതുവാണ്. ഡിവൈഡഡ് ബൈ 1 minus cos a. സി 1 minus cos square a, അതായത് a square minus b square ഫോമിലല്ലേ. അപ്പോൾ a plus b into a minus b എന്ന് നമുക്ക് ഇതിനെ എഴുതാൻ സാധിക്കുമല്ലോ. സോ ദിസ് വിൽ ബി 1 plus cos a into 1 minus cos a എന്ന് എഴുതാൻ സാധിക്കും. ദാറ്റ് ഈസ് 1 minus cos square a എന്ന് പറയുന്നത് 1 plus cos a into 1 minus cos a ആണ്. ഡിവൈഡഡ് ബൈ 1 minus cos a. സോ ഈ 1 minus cos a ഈ 1 minus cos a യും ക്യാൻസൽ ചെയ്തിട്ട് we will get this as 1 plus cos a അല്ലെങ്കിൽ cos a plus 1 എന്ന് ലഭിച്ചു. സോ LHS equal to RHS രണ്ടിനും വാല്യൂ 1 plus cos a എന്ന് ലഭിച്ചു. സോ we can prove that 1 plus ck by ck is equal to sin square a by 1 minus cos a. ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലെ ഫിഫ്ത്ത് പാർട്ടാണ്. cos a minus sin a plus 1 the whole divided by cos a plus sin a minus 1 equal to cosec a plus cot a ആണെന്ന് പ്രൂവ് ചെയ്യണം. Using the identity cosec square a is equal to 1 plus cot square a. സോ ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്താണ് നമുക്കിത് സോൾവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ കോസയും സൈനയും ഒന്നും ഉണ്ട്. സോ ഡെഫിനറ്റ്ലി കൊസീക്ക് ആൻഡ് കോട്ട് കിട്ടാനായിട്ട് നമ്മളിതിൽ ഓരോ ടേംസിനെയും സൈനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കാരണം കോസെ ബൈ സൈനെ എന്ന് പറയുന്നത് കോട്ടയാണ്, സൈനെ ബൈ സൈനെ 1 കിട്ടും, ആൻഡ് 1 ബൈ സൈനെ എന്ന് പറയുന്നത് കൊസീക്കയും ലഭിക്കും. So we will divide numerator and denominator with sin a. So cos a by sin a എന്ന് പറയുന്നത് cot a ആണ്, minus sin a by sin a is 1, 1 by sin a എന്ന് പറയുന്നത് plus cosec a divided by cos a by sin a എന്ന് പറയുന്നത് again cot a ആണ്, plus sin a by sin a is 1 minus 1 by sin a that is minus cosec a. So left hand side ആണ് നമ്മൾ ഫസ്റ്റ് സോൾവ് ചെയ്യുന്നത്. Since cosec square a is equal to 1 plus cot square a, we can write cosec square a minus cot square a is equal to 1. So ഞാനിവിടെ ന്യൂമറേറ്ററിൽ 1ന് പകരം cosec square a minus cot square a എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുകയാണ്. So it will be cot a. ഞാൻ ഈ പ്ലസ് cosec ഇപ്പുറത്ത് കൊണ്ടുപോവാണ്, പ്ലസ് cosec a
മൈനസ് 1 ആണ്. 1ൻ്റെ സ്ഥാനത്ത് കൊസിക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. കൊസിക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ കോട്ട് എ പ്ലസ് 1 മൈനസ് കൊസിക് എ. ഇവിടെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലാണ് കിടക്കുന്നത്. നമുക്കപ്പോൾ ഇതിനെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിൽ എഴുതാൻ സാധിക്കുമല്ലോ. സോ വി ക്യാൻ റൈറ്റ് കൊസിക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു കൊസിക് എ പ്ലസ് കോട്ട് എ ഇൻറ്റു കൊസിക് എ മൈനസ് കോട്ട് എ. സോ the equation will become cot a plus cosec a minus cosec square a minus cot square a will become cosec a plus cot a into cosec a minus cot a all divided by cot a plus 1 minus cosec a. ഇവിടെ ഈ രണ്ട് ടേമിലും കൊസിക് എ പ്ലസ് കോട്ട എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ട്. ഇത് കോട്ട പ്ലസ് കൊസിക് ആണ്, ഇത് കൊസിക് എ പ്ലസ് കോട്ടയാണ്, രണ്ടും സെയിം ആണ്. സോ ഞാൻ ഈ ഒരു ടേം പുറത്തെടുക്കുവാണ്. കോട്ട പ്ലസ് കൊസിക് എ ഇൻറ്റു, സോ ഇവിടെ നിന്ന് കോട്ട പ്ലസ് കൊസിക് എ പോയി കഴിഞ്ഞാൽ പിന്നെ 1 ആണുള്ളത്. ഇവിടെ മൈനസ് കൊസിക് എ മൈനസ് കോട്ട ഉണ്ട്. സോ മൈനസ് ഓഫ് കൊസിക് എ ഈസ് minus cosec a, minus of minus cot a is plus cot a divided by cot a plus 1 minus cosec a. ഇതിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണ്. ഇവിടെ കോട്ട് എ പ്ലസ് കൊസിക് എ ഞാൻ കൊസിക് എ പ്ലസ് കോട്ട് എന്ന് എഴുതുവാണ്. കൊസിക് എ പ്ലസ് കോട്ട് എ, ഇതിനെ ഞാൻ കോട്ട ആദ്യം എഴുതുവാണ്. കോട്ട പ്ലസ് 1 എഴുതുവാണ്. മൈനസ് കൊസിക് എ ലാസ്റ്റ് എഴുതുവാണ്. ഡിവൈഡഡ് ബൈ കോട്ട പ്ലസ് 1 മൈനസ് കൊസിക് എ. ഇങ്ങനെ റീഅറേഞ്ച് ചെയ്തത് എനിക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ടുള്ള കോട്ട പ്ലസ് 1 മൈനസ് കൊസിക് എ എന്ന് പറയുന്ന ടേംസിനെ ക്യാൻസൽ ചെയ്യാനാണ്. സോ ഇത് രണ്ടും ക്യാൻസൽ ആയി പോവും. സോ വി വിൽ ഗെറ്റ് കൊസിക് എ പ്ലസ് കോട്ട് എ വിച്ച് ഈസ് ഈക്വൽ ടു ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ എബോവ് ക്വസ്റ്റ്യൻ. സോ ദാറ്റ് വി ഹാവ് പ്രൂവ്ഡ് cos a minus sin a plus 1 all divided by cos a plus sin a minus 1 is equal to cosec a plus cot a. Question number 5 6th part ആണ്. Square root of 1 plus sin a the whole divided by square root of 1 minus sin a is equal to sec plus tan a ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ RHSൽ സീക്കും ടാനും ആണ് ഫാക്ടേഴ്സ് ആയിട്ടുള്ളത്. സോ നമുക്ക് ഇതിനെ സീക്കും ടാനും കിട്ടാനായിട്ട് കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ഓരോ ടേംസിനെയും കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ബൈ കോസ് എ എന്ന് പറയുന്നത് സീക്ക് ലഭിക്കും. അതുപോലെ സൈൻ എ ബൈ കോസ് എയും ടാൻ എ ലഭിക്കും. സോ നമുക്ക് അതുകൊണ്ട് ഇതിൽ ഓരോ ടേംസിനെയും കോസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെയാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഓരോ ടേംസിനെയും കോസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1 ബൈ കോസ് എ, അതുപോലെ സൈൻ എ ബൈ കോസ് എ ഹോൾ ഡിവൈഡഡ് ബൈ 1 by cos a minus sin a by cos a is equal to 1 by cos a, that is sec plus sin a by cos a എന്ന് പറയുന്നത് tan a divided by 1 by cos a sec ആണ് minus sin a by cos a tan a. ഇനി നമുക്ക് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും റൂട്ട് ഓഫ് സി കെ പ്ലസ് ടാൻ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് സി കെ പ്ലസ് ടാൻ എ ന്യൂമറേറ്ററിനെയും അതുപോലെ സി കെ പ്ലസ് ടാൻ എ ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സോ അങ്ങനെ ചെയ്യുമ്പോൾ സി കെ പ്ലസ് ടാൻ എ ഇൻറ്റു സി കെ പ്ലസ് ടാൻ എ, അപ്പോൾ എന്ത് ലഭിക്കും? സി കെ പ്ലസ് ടാൻ എ ദ ഹോൾ സ്ക്വയർ എന്ന് ലഭിക്കും. divided by sec minus tan a into sec plus tan a, sec square a minus tan square a എന്ന് ലഭിക്കും. സോ ഡിനോമിനേറ്ററിൽ sec square a minus tan square a എന്നുമാണ് ലഭിച്ചത്.
സി കെ പ്ലസ് ടാൻ എ ദ ഹോൾ സ്ക്വയർ ആണ്, റൂട്ടും ഉണ്ട്. സോ നമുക്ക് റൂട്ട് ക്യാൻസൽ ചെയ്ത് പോവാം, ഇവിടെ സ്ക്വയർ ഉള്ളതുകൊണ്ട്. സോ റൂട്ട് ഓഫ് സി കെ പ്ലസ് ടാൻ എ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് സി കെ പ്ലസ് ടാൻ എ ആണ്, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിക്സ് സ്ക്വയർ എ മൈനസ് ടാൻ സ്ക്വയർ എ. നമുക്കറിയാം സിക്സ് സ്ക്വയർ എ മൈനസ് ടാൻ സ്ക്വയർ എ എന്ന് പറയുന്നത് 1 ആണ് അല്ലേ, യൂസിങ് ദ ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി. ദാറ്റ് ഈസ് സി കെ പ്ലസ് ടാൻ എ ഡിവൈഡഡ് ബൈ റൂട്ട് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു സി കെ പ്ലസ് ടാൻ എ, which is the right hand side of the above question. So we have proved that root of 1 plus sin a by 1 minus sin a is equal to ck plus tan a. In question number 5 ile 7th part aanu, prove that sin theta minus 2 sin cube theta the whole divided by 2 cos cube theta minus cos theta is equal to tan theta. See, ഇവിടെ ന്യൂമറേറ്ററിൽ രണ്ട് ടേമിന് കോമൺ ആയിട്ട് ഒരു സൈൻ തീറ്റ ഉണ്ട്. സോ ഞാൻ ആ സൈൻ തീറ്റ പുറത്തെടുക്കുകയാണ്. സൈൻ തീറ്റ ഇൻറ്റു 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ എന്ന് ലഭിക്കും. ഇവിടെ നിന്ന് സൈൻ തീറ്റ പോയി കഴിഞ്ഞാൽ 1 ആണ്, ഇവിടെ നിന്ന് സൈൻ തീറ്റ പോയി കഴിഞ്ഞാൽ 2 സൈൻ സ്ക്വയർ തീറ്റ. അതുപോലെ ഡിനോമിനേറ്ററിൽ നിന്നും ഞാൻ കോസ് തീറ്റയെ പുറത്തെടുക്കുകയാണ്. കോസ് തീറ്റ ഇൻറ്റു ഇവിടെ 2 കോസ് സ്ക്വയർ തീറ്റ എന്നും കിട്ടും, മൈനസ് 1 എന്ന് ലഭിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റയാണ്. സോ യൂസിങ് ദ ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. നമ്മൾ സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താവും? ടാൻ തീറ്റ ആവും. ടാൻ തീറ്റ ഇൻറ്റു 1 മൈനസ് 2 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റയുടെ അവിടെ എന്തെഴുതും? 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതും, ഡിവൈഡഡ് ബൈ 2 cos square theta minus 1, that is tan theta into 1 minus 2 into 1 minus 2 minus 2 into minus cos square theta എന്ന് പറയുന്നത് plus 2 cos square theta എന്ന് ലഭിക്കും, divided by 2 cos square theta minus 1, which is equal to tan theta into ഇവിടെ 1ഉം മൈനസ് 2 മൈനസ് 1 എന്ന് ലഭിക്കും, ദാറ്റ് ഈസ് 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന് ലഭിക്കും, ഡിവൈഡഡ് ബൈ 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. സോ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ട് 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 ഉണ്ട്. സോ നമുക്കിത് രണ്ടും ക്യാൻസൽ ചെയ്തിട്ട് ഫൈനൽ ആൻസർ വിൽ ബി ടാൻ തീറ്റ, വിച്ച് ഈസ് റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ക്വസ്റ്റ്യൻ അല്ലേ. സോ വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് sin theta minus 2 sin cube theta the whole divided by 2 cos cube theta minus cos theta is equal to tan theta. Next question number 5 le 8th part aanu, sin a plus cosec a the whole square plus cos a plus sec a the whole square is equal to 7 plus tan square a plus cot square a ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ ഇവിടെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണ്. sin a plus cosec a the whole square എക്സ്പാൻഡ് ചെയ്യുമ്പോൾ sin square a plus cosec square a plus 2 sin a into cosec a. അതുപോലെ cos a plus sec a എക്സ്പാൻഡ് ചെയ്യുമ്പോൾ cos square a plus sec square a plus 2 cos a sec a, which is equal to, ഞാൻ ഈ സൈൻ സ്ക്വയർ എ കോസ് സ്ക്വയർ ഒരുമിച്ച് എഴുതുവാണ്. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ പ്ലസ് 2 ഇൻറ്റു സൈൻ എ കൊസീക്ക് എ. കൊസീക്ക് എ എന്ന് പറയുന്നത് 1 ബൈ സൈൻ എ ആണ്. സോ ദിസ് വിൽ ബിക്കം 2 ഇൻറ്റു സൈൻ എ ഡിവൈഡഡ് ബൈ കൊസീക്ക് എ 1 ബൈ സൈൻ എ അല്ലേ. സോ ഡിവൈഡഡ് ബൈ സൈൻ എ എന്ന് എഴുതാം. പ്ലസ് ഇവിടെ 2 കോസ് എ സീക്ക് ആണ്. സീക്ക് എന്ന് പറയുന്നത് 1 ബൈ കോസ് എ ആണ്. സോ വി ക്യാൻ റൈറ്റ് ദിസ് as 2 ഇൻറ്റു കോസ് എ ബൈ കോസ് എ പ്ലസ് കൊസീക് സ്ക്വയർ എ. കൊസീക് സ്ക്വയർ എ ഞാൻ 1 പ്ലസ് കോട്ട് സ്ക്വയർ എ എന്ന് എഴുതുവാണ് യൂസിങ് ദ ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി. സിമിലർലി സീക്ക് സ്ക്വയർ എ എന്ന് പറയുന്നത് 1 പ്ലസ് ടാൻ സ്ക്വയർ എ എന്നും എഴുതുവാണ്. സോ കൊസീക് സ്ക്വയർ എ വിൽ ബിക്കം
1 plus cot square A, and sec square A will become 1 plus tan square A. So this will be sin square A plus cos square A എന്ന് പറയുന്നത് 1 ആണ്, പ്ലസ് 2 ഇൻറ്റു സൈൻ എ ബൈ സൈൻ എ ക്യാൻസൽ ചെയ്തിട്ട് പ്ലസ് 2 എന്ന് എഴുതാം. അതുപോലെ 2 ഇൻറ്റു കോസ് എ ബൈ കോസ് എ ക്യാൻസൽ ചെയ്തിട്ട് ഇതും നമുക്ക് പ്ലസ് 2 എന്ന് എഴുതാം. അതുപോലെ ഇവിടെ പ്ലസ് 1 ഉണ്ട്, ഇവിടെയും പ്ലസ് 1 ഉണ്ട്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് പ്ലസ് 2. ഇനി കോട്ട് സ്ക്വയർ എയും ടാൻ സ്ക്വയർ എയും ആണുള്ളത്. പ്ലസ് ടാൻ സ്ക്വയർ എ പ്ലസ് കോട്ട് സ്ക്വയർ എ എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 1 plus 2 plus 2 plus 2 is equal to 7. 7 plus tan square A plus cot square A. That is right hand side of the above question. So we have proved that sin A plus cosec A the whole square plus cos A plus sec A the whole square is equal to 7 plus tan square A plus cot square A. Fifth question le ninth part aanu. Prove that cosec A minus sin A into sec A minus cos A equal to 1 by tan A plus cot A. ഈ ക്വസ്റ്റ്യനിൽ ഒരു ഹിൻറ്റ് നൽകിയിട്ടുണ്ട്. ദാറ്റ് ഈസ് വി ഹാവ് ടു സിംപ്ലിഫൈ LHS ആൻഡ് RHS സെപ്പറേറ്റ്ലി. സോ ഫസ്റ്റ് നമുക്ക് LHS സോൾവ് ചെയ്യാം. സോൾവ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത ശേഷം നമുക്ക് RHS ദാറ്റ് ഈസ് റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദിസ് ഇക്വേഷൻ സോൾവ് ചെയ്യാം. സോ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ cosec A ഞാൻ 1 by sin A എന്ന് എഴുതുവാണ്. അതുപോലെ sec എന്ന് പറയുന്നത് 1 by cos A എന്ന് എഴുതുവാണ്. സോ ദിസ് വിൽ ബിക്കം 1 by sin A മൈനസ് sin A. sec എന്ന് പറയുന്നത് 1 by cos A ആണ്. സോ 1 by cos A മൈനസ് cos A. സോ ദിസ് വിൽ ബിക്കം LCM എടുക്കുമ്പോൾ 1 മൈനസ് sin square A ഡിവൈഡഡ് ബൈ sin A ഇൻറ്റു ഇവിടെ 1 മൈനസ് cos square A ഡിവൈഡഡ് ബൈ cos A എന്ന് ലഭിക്കും. വി നോ 1 മൈനസ് സൈൻ സ്ക്വയർ എ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ എ ആണ്. അതുപോലെ 1 മൈനസ് കോസ് സ്ക്വയർ എ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ എ ആണ്. സോ ദിസ് വിൽ ബിക്കം കോസ് സ്ക്വയർ എ ഇൻറ്റു സൈൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ സൈൻ എ കോസ് എ. സോ ഈ കോസ് സ്ക്വയർ എയിൽ നിന്നും ഒരു കോസയും ഡിനോമിനേറ്ററിൽ ഒരു കോസയും ക്യാൻസൽ ആയി പോവും. അതുപോലെ ഇവിടെ സൈൻ സ്ക്വയർ എയിൽ നിന്ന് ഒരു സൈനെയും ഡിനോമിനേറ്ററിലെ സൈനെയും ക്യാൻസൽ ആയി പോവും. സോ ദിസ് വിൽ ബിക്കം സൈൻ എ കോസ് എ. സോ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സിംപ്ലിഫൈ ചെയ്ത് സൈൻ എ കോസ് എ ആക്കി എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് സിംപ്ലിഫൈ ചെയ്യാം. 1 by tan A plus cot A ആണ്. സോ ഇവിടെ tan A ഞാൻ sin A by cos A എന്നും cot A cos A by sin A എന്നും എഴുതുവാണ്. സോ ദിസ് വിൽ ബിക്കം 1 by tan A will become sin A by cos A plus cot A will become cos A by sin A. ഇനി ഇത് LCM എടുത്ത് എഴുതുമ്പോൾ 1 by sin square A plus cos square A divided by cos A sin A എന്ന് ലഭിക്കും. So this will become 1 by A by B ആണ്. സോ ഇത് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു ഇതിൻ്റെ ഇൻവേഴ്സ് എഴുതിയാൽ മതി. ദാറ്റ് ഈസ് സൈൻ എ കോസ് എ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ. വി നോ the trigonometric identity sin square A plus cos square A എന്ന് പറയുന്നത് 1 ആണ്. സോ ദിസ് വിൽ ബിക്കം sin A cos A by 1. ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു sin A cos A. സോ LHS equal to RHS equal to sin A cos A എന്ന് പ്രൂവ് ചെയ്തു. ദാറ്റ് ഈസ് വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് cosec A minus sin A into sec A minus cos A is equal to 1 by tan A plus cot A. ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലെ 10th പാർട്ടാണ്. 1 plus tan square A by 1 plus cot square A is equal to 1 minus tan A by 1 minus cot A the whole square is equal to tan square A ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ രണ്ട് പ്രൂഫ് ഉണ്ട്. നമുക്ക് ആദ്യം 1 plus tan square A by 1 plus cot square A is equal to tan square A എന്ന് പ്രൂവ് ചെയ്യാം. അതുപോലെ 1 minus tan A by 1 minus cot A the whole square is equal to tan square A എന്നും പ്രൂവ് ചെയ്യണം. സോ ഞാനിത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ചെയ്യാൻ പോകുന്നത്.
സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ 1 പ്ലസ് ടാൻ സ്ക്വയർ എ ബൈ 1 പ്ലസ് കോട്ട് സ്ക്വയർ എ ഈക്വൽ ടു ടാൻ സ്ക്വയർ എ എന്ന് പ്രൂവ് ചെയ്യും. സോ ഇവിടെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സോൾവ് ചെയ്യുകയാണ്. ഫസ്റ്റ് കോട്ട് എ എന്ന് പറയുന്നത് 1 ബൈ ടാൻ എ ആണ്. സോ ഞാൻ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 പ്ലസ് ടാൻ സ്ക്വയർ എ ബൈ 1 പ്ലസ് 1 ബൈ ടാൻ സ്ക്വയർ എ എന്ന് എഴുതാം. ദിസ് വിൽ ബി 1 പ്ലസ് ടാൻ സ്ക്വയർ എ. ഇനി ഡിനോമിനേറ്റർ എൽസിഎം എടുത്ത് എഴുതുമ്പോൾ ടാൻ സ്ക്വയർ എ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ടാൻ സ്ക്വയർ എ എന്ന് എഴുതും. സോ ദിസ് വിൽ ബിക്കം 1 പ്ലസ് ടാൻ സ്ക്വയർ എ ഇൻറ്റു ഈ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ടേമും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻവേഴ്സ് എഴുതും നമ്മൾ. സോ ദിസ് വിൽ ബിക്കം ഇൻറ്റു ടാൻ സ്ക്വയർ എ ബൈ ടാൻ സ്ക്വയർ എ പ്ലസ് 1. അതിനെ നമുക്ക് 1 പ്ലസ് ടാൻ സ്ക്വയർ എ എന്നും എഴുതാം. സോ അതാകുമ്പോൾ നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ടുള്ള ഈ 1 പ്ലസ് ടാൻ സ്ക്വയർ എ ക്യാൻസൽ ചെയ്യാം. സോ ദിസ് വിൽ ബിക്കം ടാൻ സ്ക്വയർ എ. അങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്തു 1 പ്ലസ് ടാൻ സ്ക്വയർ എ ബൈ 1 പ്ലസ് കോട്ട് സ്ക്വയർ എ എന്ന് പറയുന്നത് ടാൻ സ്ക്വയർ എ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ടേം, അതായത് 1 മൈനസ് ടാൻ എ ബൈ 1 മൈനസ് കോട്ട് എ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടാൻ സ്ക്വയർ എ ആണെന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് 1 മൈനസ് ടാൻ എ ബൈ 1 മൈനസ് കോട്ട് എ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടാൻ സ്ക്വയർ എ ആണെന്ന് പ്രൂവ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് ഫസ്റ്റ് സോൾവ് ചെയ്യണം. സോ ഇത് ഞാൻ സോൾവ് ചെയ്യുമ്പോൾ കോട്ട് എ ഞാൻ 1 ബൈ ടാൻ എ എന്ന് എഴുതുവാണ്. സോ ദിസ് വിൽ ബിക്കം 1 മൈനസ് ടാൻ എ ബൈ 1 മൈനസ് 1 ബൈ ടാൻ എ ദ ഹോൾ സ്ക്വയർ. This will be 1 minus tan A by tan A minus 1 എന്ന് കിട്ടും. tan A minus 1 by tan A. LCM എടുക്കുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. The whole square ഉണ്ട്. So this will be, എനിക്കിവിടെ 1 minus tan Aയും ഇവിടെ tan A minus 1 ആണ്. സോ ഞാനൊരു മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇത് മൈനസ് 1 ആവും, ഇത് പ്ലസ് ടാനും ആവും. സോ ഐ വിൽ റൈറ്റ് മൈനസ് ഓഫ് ടാൻ എ മൈനസ് 1. മൈനസ് 1ഉം ടാൻ എയും. സോ ദിസ് വിൽ ബി ടാൻ എ മൈനസ് 1 ഇൻറ്റു ഈ ഡിവൈഡ് ചെയ്തേക്കുന്ന മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻവേഴ്സ് എഴുതും. ടാൻ എ ഇൻറ്റു ടാൻ എ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. സോ എനിക്ക് ഈ ടാൻ എ മൈനസ് 1ഉം ഈ ടാൻ എ മൈനസ് 1 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉള്ള ഈ ഒരു ഫാക്ടർ ഞാൻ ക്യാൻസൽ ചെയ്യുവാണ്. സോ ദിസ് വിൽ ബിക്കം മൈനസ് ടാൻ എ ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് മൈനസ് ടാൻ എ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ടാൻ സ്ക്വയർ എ ആണ്. സോ വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് 1 മൈനസ് ടാൻ എ ബൈ 1 മൈനസ് കോട്ട് എ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടാൻ സ്ക്വയർ എ. അങ്ങനെ നമ്മൾ ഓരോ പാർട്ടും സോൾവ് ചെയ്തു. സോ ഫൈനലി വി ഹാവ് പ്രൂവ്ഡ് 1 plus tan square a by 1 plus cot square a is equal to 1 minus tan a by 1 minus cot a the whole square is equal to tan square a. അങ്ങനെ നമ്മൾ എക്സസൈസ് 8.4 എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്തു. അതുകൂടാതെ തന്നെ ചാപ്റ്റർ 8 ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററും നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ തന്നെ കണ്ടിന്യൂവേഷനായ നെക്സ്റ്റ് ചാപ്റ്ററാണ് ചാപ്റ്റർ 9 സം ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രി. അതായത് ഈ ട്രിഗ്നോമെട്രി കൊണ്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. സോ ആ കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്.